നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് അല്പസമയ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യം. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റടിച്ചു, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. ഏവർക്കും വചന സമീക്ഷയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള ഒരു വചനമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, 2 ഭവനങ്ങളെക്കുറിച്ചുള്ള ഉപമ യേശു പറയുന്നുണ്ട്. 2 ഭവനങ്ങൾ പണിതിരിക്കുന്നത് 2 രീതിയിലാണ്. അതായത് അതിൻ്റെ അടിസ്ഥാനം വേറെ 2 രീതിയിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഒന്ന് പാറമേൽ പണിതിരിക്കുന്നു എങ്കിൽ മറ്റേത് മണലിൽ മേലാണ് പണിതിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് അടിസ്ഥാനമിടേണ്ടത് വിശ്വാസത്തിലാണ്. ഒരുപാട് പേർ ദൈവത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്, എന്നാൽ അതിനേക്കാൾ ഒത്തിരി പേർ വിശ്വസിക്കാതെയും ഇരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനവും വിശ്വാസത്തിൽ നിലനിൽക്കുന്നു. ഓക്കെ, പക്ഷേ ആ വിശ്വാസം ഒന്നുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ യേശുവുമായിട്ടുള്ള ബന്ധം വളരാനായിട്ട് സാധിക്കുമോ? ഒരിക്കലുമില്ല. അതിൽ ദൈവവുമായിട്ടുള്ള ആ ഒരു ബന്ധം വളർത്തുന്ന ഏറ്റവും വലിയൊരു ഘടകമാണ് നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ പ്രാർത്ഥന എന്താണ്, എപ്രകാരം ആ പ്രാർത്ഥനയിലൂടെ ദൈവത്തിലേക്ക് അടുക്കാൻ സാധിക്കും എന്ന് നമുക്ക് ഈ അധ്യായത്തിൽ നോക്കാം. അതിനു മുമ്പായിട്ട് നമുക്കൊരു കോൾ വരുന്നുണ്ട്. ആരാ നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? എന്റെ പേര് മണി ജോസഫ്. ഓക്കെ ആന്റി. ഓക്കെ, സുഖായിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു ദൈവകൃപയാല്. ഓക്കെ, അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം അവധിയല്ലേ, ഗൾഫിലൊക്കെ കൊച്ചുമക്കളൊക്കെ വന്നിട്ടുണ്ട്. ആണോ? കൊച്ചു മോനും കുടുംബവും. ഓക്കെ ഓക്കെ, അപ്പൊ അവരെല്ലാരും സുഖമായിരിക്കുന്നു? എല്ലാരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. ഓക്കെ, എല്ലാവരും ഒത്തുചേർന്ന് അടിച്ചു പൊളിക്കുവാണ്. അതെ. ഓക്കെ ആന്റി, അപ്പോ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം. പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻറ്റിക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്: മരുഭൂമിയിൽ നിന്നും നിർജ്ജന പ്രദേശത്ത് നിന്നും പൊട്ടിപ്പുറപ്പെടുന്നത് എന്താണ്? ഇതാണ് ചോദ്യം. ക്ലിയർ ആണോ ആൻറ്റി? മരുഭൂമിയിൽ നിന്ന് വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും. വളരെ ശരിയാണ് ആൻറ്റി, വെള്ളവും തോടുകളും. ഓക്കെ ഓക്കെ ആൻറ്റി, അപ്പോൾ നമുക്ക് എന്നും പാട്ടൊക്കെ പാടിത്തരുന്ന ആൻറ്റിയാണ്. 2 വരി പാടാൻ താല്പര്യമുണ്ടോ ഇപ്പോ? ഇപ്പൊ പറഞ്ഞില്ല. ഓക്കെ, അപ്പൊ ആന്റിക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്: എന്തൊക്കെ വൈകല്യമുള്ളവരെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? തകർന്ന കൈകളെ ഉള്ളവരെ, കുഴഞ്ഞ മുഴങ്കാലുകൾ ഉള്ളവരെ, കുരുടന്മാരെ, കീടന്മാരെ, അത്രയും വൈകല്യങ്ങളുള്ളവരുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ശരി ഉത്തരമാണ് ആന്റി. കുരുടർ, ചെകിടർ, മുടന്തർ, ഊമർ. ഓക്കെ, അപ്പോൾ 2 ചോദ്യങ്ങളും ശരിയായിട്ട് പറഞ്ഞിരിക്കുവാണ്. അടുത്ത 3ാമത്തെ ചോദ്യത്തിലോട്ട് പോവാണ്. റെഡിയാണോ? ഓക്കെ ആന്റി. മരീചികയും വരണ്ട നിലവും എന്തായി മാറും? ഇതാണ് ചോദ്യം. ശരി ഉത്തരവാണ് ആന്റി, പൊയ്കയായും നീരുറവയായും. ഓക്കെ, 3 ചോദ്യങ്ങൾക്കും ശരി ഉത്തരം പറഞ്ഞിരിക്കുവാണ്. ഇനി ഒറ്റ ചോദ്യം കൂടെ അവശേഷിക്കുന്നുള്ളൂ. അതിനു മുമ്പായിട്ട് ആന്റി പ്രാർത്ഥിക്കാറുണ്ടല്ലോ ഒന്നും? അപ്പൊ പ്രാർത്ഥനയെ കുറിച്ച് ആന്റിയുടെ അഭിപ്രായം ഒരു 2 സെന്റൻസിൽ പറയാവോ? അതായത് പ്രാർത്ഥന നമുക്ക് എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നത്? പ്രാർത്ഥന നമ്മുടെ വെള്ളത്തെ വീഞ്ഞാക്കി തീർക്കാനുള്ള കഴിവുണ്ട് പ്രാർത്ഥനയ്ക്ക്. നമ്മുടെ ജീവിതത്തിലെ എന്ത് പ്രതിസന്ധി വന്നാലും പ്രാർത്ഥിച്ചാൽ അതിനൊരു മറുപടി ഉണ്ട്. അതെ, നമ്മുടെ ഒരു പ്രാർത്ഥനയും ലഭിക്കും. എന്റെ ജീവിതത്തിലെ എനിക്ക് പ്രാർത്ഥന കൊണ്ട് സകലതും എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, അതിൽ ആന്റി എപ്പോഴും ഓർക്കുന്ന ഒരു അനുഭവം ഒന്ന് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടോ പ്രേക്ഷകരുമായി? താല്പര്യമുണ്ട്. പറയൂ. എനിക്ക് 2 ആൺകുഞ്ഞുങ്ങളാണ്. അതിലെ
മൂത്ത മകന് ഒരു കുഞ്ഞുണ്ടായി. ആ ആ കുഞ്ഞിനെ ഒരു 6 മാസത്തോളമായപ്പോൾ ആ കുഞ്ഞ് ഹാർട്ടിന്റെ പ്രോബ്ലം ആയിട്ട് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു. പക്ഷേ ആ കുഞ്ഞ് മരിച്ചുപോയി. ആഹാ. ആ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ വളരെയധികം നിരാശയും പ്രതിസന്ധിയും വന്നപ്പോഴും ഞാൻ തകർന്നു പോയായിരുന്നു ആ അവസ്ഥയിൽ. അപ്പോൾ എന്റെ മോൻ, ആ കുഞ്ഞിന്റെ അപ്പൻ എന്നോട് ചോദിച്ചു, മമ്മി, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് നാമം മഹത്വീകരിക്കട്ടെ. 21 വയസ്സാകുമ്പോൾ ആ കുഞ്ഞ് റോഡിലോട്ട് ഇറങ്ങിയാൽ വണ്ടി ഇടിച്ചാൽ മരിച്ചു പോകത്തില്ല ചോദിച്ചു. അങ്ങനെ ആ മോൻ എന്നെ ബലപ്പെടുത്തി ശക്തീകരിച്ചു. അന്ന് എനിക്ക് ബലം ദൈവം തന്നു. അതിനുശേഷവും 2 കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു. അതിന് മധ്യത്തിലും അന്നേരവും ഞങ്ങൾ ബലം പ്രാപിച്ച് നടന്നു. ആ കുഞ്ഞാണ് കഴിഞ്ഞ പ്രാവശ്യം പിന്നെ കിട്ടിയ 3ാമത്തെ കുഞ്ഞാണ് ആ പ്രാവശ്യം പാട്ട് പാടിയത് കഴിഞ്ഞ ആഴ്ച. ഓക്കെ, അത് ശരി. അപ്പോ ഈ കുഞ്ഞ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തന്നെ ദൈവം ആ കുഞ്ഞിനെ വളർത്തിയെടുക്കട്ടെ ആന്റി. ഓക്കെ, അപ്പോ അതിന് അങ്ങനെയുള്ള പ്രതിസന്ധികളിൽ കൂടെ ഞങ്ങൾ കടന്നു പോകുന്നു ഒരുപാട്. അപ്പോഴും ദൈവം തമ്പുരാന്റെ മുമ്പിൽ മുട്ടുമുണ്ടക്കി കണ്ണുനീര് പൊഴിച്ചപ്പോൾ കർത്താവ് മറുപടി എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞു, നമുക്ക് കുഞ്ഞുങ്ങൾ ജീവനോട് കിട്ടത്തില്ലെന്ന്. എന്നാല് കർത്താവിന്റെ അത്ഭുത പ്രവർത്തിയാല 2 കുഞ്ഞുങ്ങളെ തന്നു. ഒന്ന് ഇമ്മാനുവേലും ഒന്ന് നിധിയുമാണ് ഞങ്ങൾ വിളിക്കുന്നത്, യോഹന്ന എന്നുള്ള പേരിലും. ഓക്കെ ആന്റി, ദൈവം ആ 2 കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ ധാരാളമായി. ഏറ്റവും വലിയ ദീർഘായുസ് കൊടുത്ത് 2 കുഞ്ഞുങ്ങളെയും ഭദ്രമായി കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആന്റി. നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും പാഴായി പോകത്തില്ല. തീർച്ചയായിട്ടും വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന എപ്പോഴും ഒരു അലങ്കാരം തന്നെയാണ്. തീർച്ചയായും ഒരു അനുഗ്രഹമായി തന്നെ മാറും. ഓക്കെ ആന്റി, അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം വ്യാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രാർത്ഥന അധികമായി ഞങ്ങളുടെ ജീവിതത്തിലായി. ആഹാ, തീർച്ചയായിട്ടും എല്ലാവരും പ്രാർത്ഥന മുഖാന്തരമാണ് നിലനിൽക്കുന്നത്. ഞങ്ങൾ പതറിപ്പോകത്തില്ല ഇപ്പോൾ. അതാണ്. ഓക്കെ ആന്റി, അപ്പോൾ വലിയൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമായിരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ, ആന്റിക്ക് വേണ്ടിയുള്ള അവസാനത്തെ ചോദ്യം ഇതാണ്: കുറുക്കന്മാർ കിടന്ന സ്ഥലത്ത് എന്തൊക്കെയാണ് വളരുന്നത്? കുറുക്കന്മാർ കിടന്ന സ്ഥലത്ത് എന്തൊക്കെയാണ് വളരുന്നത്? ഇതാണ് ചോദ്യം. ഉറപ്പാണോ? കുറുക്കന്മാരുടെ പാർപ്പിടത്ത് അവ കിടന്ന സ്ഥലത്ത് തന്നെ പുല്ലും ഓടയും ഞാങ്ങണയും വളരും. ഓക്കെ, ഉറപ്പാണ്? ഉറപ്പാണെങ്കിൽ ശരി ഉത്തരമാണ് ആന്റി. പുല്ലും ഓടയും ഞാങ്ങണയും. ഓക്കെ, അപ്പൊ 4 ചോദ്യത്തിനും ശരി ഉത്തരം നൽകിയിരിക്കുകയാണ്. അപ്പോ നമ്മുടെ പ്രോഗ്രാം ഇനിയും കാണുക, സപ്പോർട്ട് ചെയ്യാൻ ആന്റി. തീർച്ചയായിട്ടും. ഓക്കെ ആന്റി, ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. താങ്ക് യു ആന്റി. നമ്മളിപ്പോൾ വിളിച്ചിരുന്നത് മണി ജോസഫ് ആൻറ്റി ആയിരുന്നു. അപ്പോൾ ആൻറ്റി നല്ലൊരു സാക്ഷ്യമാണ് നമുക്ക് മുന്നിലേക്ക് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും അടിസ്ഥാന കാര്യം എന്ന് പറയുന്നത് അവരുടെ വിശ്വാസവും പ്രാർത്ഥനയും തന്നെയായിരുന്നു, അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് നമ്മുടെ വിശ്വാസവും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ യേശു പറഞ്ഞ ഈ 2 ഭവനങ്ങളും നല്ല നീറ്റായിട്ടും വൃത്തിയായിട്ടും ഭംഗിയായിട്ടും തന്നെയായിരുന്നു പണിതിരുന്നത്. പക്ഷെ അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യാസമുണ്ടായിരുന്നു, അല്ലേ? ഒന്ന് മണലിൽ മേലായിരുന്നു പണിതിരുന്നത്, പക്ഷെ മറ്റേത് പാറയുടെ മേലായിരുന്നു. ഇതുകൊണ്ട് തന്നെ മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റടിച്ചു, അത് ഈ ഭവനത്തിന്മീതെ അധികമായി ആഞ്ഞടിച്ചു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. പക്ഷെ ഈ കാറ്റടിച്ചപ്പോൾ ഒന്ന് വീഴുകയും ഒന്ന് നിലനിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് വ്യത്യാസം. നമുക്കറിയാം, ഈ 2 വീടുകൾക്കും വന്ന പ്രയാസങ്ങളും സിറ്റുവേഷനും സെയിം ആയിരുന്നു. പക്ഷേ ഒന്ന് നിലകൊണ്ടു, പക്ഷെ മറ്റേത് തകർന്നു പോയി, വീണുപോയി. പക്ഷെ അതിൻ്റെ വീഴ്ച ഏറ്റവും വലുതായിരുന്നു.
നമുക്കറിയാം എല്ലാ ഭവനത്തിലും പ്രാർത്ഥനയുണ്ടെന്ന് നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ കഴിയത്തില്ല. പക്ഷെ പ്രാർത്ഥനയുള്ള ഭവനത്തിൽ പ്രശ്നങ്ങളില്ല എന്നും നമുക്ക് പറയാൻ പറ്റില്ല. പ്രാർത്ഥനയുള്ളതും ഇല്ലാത്തതുമായ ഭവനങ്ങളിൽ പ്രശ്നങ്ങളുമുണ്ട്, പ്രതിസന്ധിയുമുണ്ട്. എന്നാൽ നാം നിലനിൽക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയുടെ പുറത്ത് തന്നെയായിരിക്കും. കാരണം അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് ഈ ഒരു ഒരു ഉപമ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കൂടുതലായിട്ട് വരാൻ വരുമ്പോഴായിട്ട് നമുക്കൊരു കോൾ വരുന്നുണ്ട് കേട്ടോ. ആരാന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? സൂസൻ ആൻറ്റി. എവിടെന്നാ വിളിക്കുന്നേ? ഓക്കെ ആൻറ്റി, സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. ഓക്കെ, വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം? വീട്ടിൽ കുഴപ്പമില്ല. ഓക്കെ ആൻറ്റി. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടല്ലോ? കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാമോ? പോകാം. അപ്പോൾ ആൻറ്റിക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്: വിഗ്രഹത്തെ നിർമ്മിക്കുന്നവനെല്ലാം എന്താകുന്നു? ഇതാണ് ചോദ്യം. വിഗ്രഹത്തെ നിർമ്മിക്കുന്ന ശൂന്യമാകും. ശൂന്യമാകുന്നു, ശരി ഉത്തരവാണ് ആൻറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? പോകാം. ഓക്കെ. ഉളിക്ക് മൂർച്ച വരുത്തി തീക്കനൽ വെച്ച് പണി ചെയ്ത് ചുറ്റിക കൊണ്ട് അടിച്ച് രൂപപ്പെടുത്തി ബലമുള്ള ഭുജം കൊണ്ട് വിഗ്രഹം പണിത് തീർക്കുന്നത് ആരാണ്? കൊല്ലൻ, ശരി ഉത്തരവാണ്. ഓക്കെ, അപ്പം നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിനുപാട്ട് നല്ല ഈസി ആയിട്ട് സിമ്പിളായിട്ട് ആൻസേഴ്സ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻറ്റി പള്ളിയിലെ ഏത് ചർച്ചിലാണ് പോകുന്നേ? CSIയിലാണ്. ഓക്കെ, അവിടുത്തെ കൊയർ ടീമൊക്കെ നല്ലതാണ്. ആൻറ്റി അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടോ? ഇല്ല. മക്കളോ? മക്കളൊക്കെ ഇപ്പം മോളൊക്കെ ആണെങ്കിൽ വിവാഹം കഴിഞ്ഞു. അവര് ഓർത്തഡോക്സിലാണ് മോള് വിവാഹം കഴിച്ചത്. മോൻ പിന്നെ അവന് പഠിക്കുവാണ്. മോൻ പഠിക്കുവാണ്. എന്തിനാ പഠിക്കുന്നേ? അവൻ ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ PPEd എന്നും പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. ഓക്കെ, അത് തിരുവനന്തപുരത്ത്, അല്ല കോഴിക്കോട് പഠിക്കുന്നു. കോഴിക്കോട്. ഓക്കെ ആൻറ്റി. അപ്പോൾ ആൻറ്റി, നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന വിഷയം എന്ന് വെച്ചാൽ പ്രാർത്ഥനയിൽ അടിസ്ഥിതമായ ഒരു ജീവിതത്തെക്കുറിച്ചാണ്. ഓക്കെ, നിങ്ങളുടെ വീട്ടിലെ ഭവനത്തിൽ പ്രാർത്ഥന വെക്കാറുണ്ടോ? പ്രാർത്ഥന വെക്കാറുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിച്ച് അനേക വിടുതൽ ലഭിക്കാറുണ്ട്. ഓക്കെ ആൻറ്റി, ഇപ്പൊ നമ്മുടെ ജീവിതത്തില് പ്രാർത്ഥന ഉള്ള ആ സമയവും പ്രാർത്ഥന ഇല്ലാതെ ഒരുപാട് സമയങ്ങൾ കടന്നു പോയിട്ടില്ലേ? അപ്പോ ഈ രണ്ട് സമയങ്ങൾ തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്കൊന്ന് പറഞ്ഞു തരാമോ? പറയാം. ഞാനും എന്റെ ഹസ്ബൻഡും ആണെങ്കിൽ രാവിലെ ഹസ്ബൻഡ് ജോലിക്ക് പോയി വൈകുന്നേരം വന്നാലും ഇരിക്കുന്ന സമയത്തും ഒക്കെ ഞങ്ങള് പാടുകയും പ്രാർത്ഥിക്കുകയും, വന്നു കഴിഞ്ഞ് കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നു. പിന്നെ കിടക്കാൻ നേരത്ത് നമ്മൾ പ്രാർത്ഥിക്കും, വെളുപ്പിനെ എണ്ണീച്ച് പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ നമ്മള് നല്ല ഒരു ഇതായി ജീവിതം നയിച്ചുകൊണ്ട് പോകുമായിരുന്നു. ദൈവത്തോട് ഇച്ചിരി അടുത്ത് കുഞ്ഞുങ്ങൾക്കാണേലും ഒരു വിശ്വാസമുള്ള നമ്മൾ ചെറുപ്പം മുതലേ കുഞ്ഞുങ്ങളത് പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് അവർക്ക് നല്ല വിശ്വാസമായിരുന്നു ദൈവത്തില്. പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന കുഞ്ഞുങ്ങളായിരുന്നു. അങ്ങനെ ഇരുന്ന സന്ദർഭത്തിലാണ് ഞങ്ങളുടെ ഹസ്ബൻഡ് പെട്ടെന്ന് അറ്റാക്കായിട്ട് ഞങ്ങളെ വിട്ടുപോയത്. ഈ സമയത്ത് നമ്മള് കുഞ്ഞുങ്ങളോട് തന്നെ പ്രാർത്ഥിക്കാൻ ഞാൻ തന്നെ അങ്ങ് വീട്ടില് അന്ന് എന്റെ വീട്ടിൽ നിന്നും എല്ലാ ആൾക്കാരും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കും, ഞങ്ങളുടെ കുടുംബം എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാൻ നമ്മൾ ഇരിക്കുന്നതെങ്കിൽ തന്നെയും നമ്മൾ പ്രാർത്ഥിക്കുകയോ എടുക്കുമെന്ന് വെച്ചാൽ നമ്മളെ മനസ്സ് മരവിച്ചു പോയി. എന്ന് വെച്ചാൽ നമ്മളെ ഏത് സമയം നമ്മളെ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്ന സമയം ദൈവം എന്നെ കാത്തോളം നമ്മളും പ്രാർത്ഥിക്കും. പോകുന്ന സമയത്ത് ആയുസ്സും ആരോഗ്യവും കൊടുത്ത് ഭവനത്തിൽ മടങ്ങി വരുവോളം ദൈവം ചെറുതിൽ സൂക്ഷിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കും. ഞാൻ പോകുമ്പോഴും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുമ്പോ വന്നു കയറുമ്പോ എന്നെ കാത്തു പരിപാലിച്ച് ഭവനത്തിൽ മടക്കി കൊണ്ടുവന്ന ദൈവകൃപയെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തും. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് വന്നപ്പം കുഞ്ഞുങ്ങളാണെങ്കിലും ആ വിശ്വാസത്തിൽ നിന്നും അവർക്കും ഒരു വിശ്വാസം ഇല്ലാതെയായി. ഞാനും അങ്ങനെ, ഞാൻ പ്രാർത്ഥിക്കത്തൊന്നുമില്ല, പ്രാർത്ഥിക്കുക എല്ലാവരുടെ കൂടെ ഇരിക്കുമെന്നുള്ളതല്ലാതെ നമ്മൾ ദൈവത്തോട്ട് ഒരു പ്രാർത്ഥന ഒന്നുമില്ലായിരുന്നു. ഇങ്ങനെ നമ്മുടെ ജീവിതത്തില് ദിവസവും നമ്മുടെ വിഷമങ്ങൾ കൂടി വരികയല്ലാതെ ഇതിൽ നിന്നൊരു മോചനമില്ലായിരുന്നു. ഓരോ ദിവസവും കഴിയും തോറും നമ്മള് ഒത്തിരി പ്രയാസത്തിലോട്ടെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിന് താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കടന്നുപോയി.
കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ നീ എനിക്കൊരു സ്വർഗത്തിൽ ദൈവം എനിക്കൊരു സമാധാനം തരണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ദൈവം എനിക്ക് സമാധാനം, ദൈവത്തോട് പിന്നെ അടുത്ത് പ്രാർത്ഥിച്ചു. കുഞ്ഞുങ്ങളോട് ഞാൻ പിന്നെ പറയും, മക്കളെ നമുക്ക് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടം തന്നുവെങ്കിലും ദൈവത്തിന് വളരെ ഒരു പദ്ധതി ഉണ്ടായിരിക്കും, നിങ്ങളും പ്രാർത്ഥിക്കണമെന്ന് പറയും. അന്നേരം മോള് പറയായിരുന്നു, മമ്മിക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു, മമ്മി പ്രാർത്ഥിക്കാൻ പറയാൻ തോന്നുന്നു. ഞാൻ അങ്ങനെ പറയരുത്. ഞാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ ബൈബിളും വായിച്ചുകൊണ്ടേയിരിക്കും. അവര് നോക്കുമ്പോ പപ്പായാണെങ്കിലും അങ്ങനെയുള്ള ഒരു ജീവിതമായിരുന്നു. പിന്നെ ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞപ്പോ കുഞ്ഞുങ്ങൾക്കും ആ ഒരു വിശ്വാസമായപ്പോഴത്തെ അവരുടെ ജീവിതത്തിലും ദൈവാനുഗ്രഹങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു. മോടെ വിവാഹത്തിനൊക്കെ ആണെങ്കിലും നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചു. ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹം നടക്കുവാനൊക്കെ ദൈവം ഇടയാക്കി. മോനോ ആണെങ്കിലും അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുക, നമുക്ക് മനസ്സിന് സമാധാനമില്ലാത്തൊരവസ്ഥയിലേക്കാണ് നമ്മൾ കടന്നുപോയത്. നമ്മൾ ദൈവത്തിൽ അടുത്തപ്പോഴത്തേക്ക് നമ്മൾ തന്നെ മനസ്സിലാക്കി ചിലപ്പോൾ കഷ്ടവും പ്രയാസവും ഒക്കെ പ്രതികൂലങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. പക്ഷെ ഇതിനൊക്കെ പരിഹാരം എന്റെ സ്വർഗത്തിലെ ദൈവം മാത്രമാണെന്നുള്ളൊരു വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ നമുക്ക് ഒത്തിരി സ്വർഗീയമായ സമാധാനം നമുക്ക് ലഭിക്കാനിടയായി. തീർച്ചയായിട്ടും ആൻറ്റി, തീർച്ചയായിട്ടും. കാരണം നമുക്കറിയാം എപ്പോഴും കോമ്പറ്റീഷനാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. ഒരിടത്തുനിന്ന് പിശാച് വലിക്കുന്നു, ഒരിടത്തുനിന്ന് ദൈവാത്മാവ് നമ്മളെ വലിക്കുന്നു. അതായത് ഈ പിശാച് വാദിച്ചുകൊണ്ടിരിക്കുവാണ് നമ്മുടെ ആത്മാവിനെ നരകത്തിലേക്ക് കൊണ്ടുപോകും. അതിനുള്ള ആദ്യത്തെ പഴുതെന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസം തകർക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ഈ ഭൂമി ശാശ്വതമല്ല, നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് യേശു നമുക്ക് വേണ്ടി ഒരുക്കുന്ന സ്വർഗമാണ്, അല്ലേ? അപ്പൊ അവിടേക്ക് എത്തണമെങ്കിൽ എന്താണ്, ആ വിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ നമുക്ക് വേണം. എന്തായാലും ഒരാള് ജനിച്ചാൽ മരിക്കും ആൻറ്റി. എന്തായാലും യേശു തന്നെ മരിക്കുന്നത് കണ്ടില്ലേ, 33-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചില്ലേ? പക്ഷേ യേശു ഇന്നും ജീവിക്കുന്നില്ലേ? അത് തന്നെയാണ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ വിശ്വാസം എന്ന് പറയുന്നത്. നമ്മൾ മരിച്ചാലും ജീവിക്കും. അവസാന നാളിൽ തീർച്ചയായിട്ടും ആൻറ്റിയുടെ ഹസ്ബൻഡ് തീർച്ചയായിട്ടും കാണാനായിട്ട് സാധിക്കും. ഇത്രയും പ്രാർത്ഥനയിൽ അടിസ്ഥിതമായിട്ടുള്ള ഒരു ജീവിതം നയിച്ച അദ്ദേഹം തീർച്ചയായിട്ടും ദൈവസന്നിധിയിലായിരിക്കും എത്തിയിരിക്കുന്നത് ആൻറ്റി. അതുകൊണ്ട് അത് ദൈവം നമുക്ക് തന്ന ഉറപ്പാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു വിശ്വാസത്തിൽ ഇരിക്കുക. അപ്പോൾ ആ ഒരു നഷ്ടം കൊണ്ട് ഒരിക്കലും ആൻറ്റിയുടെ പ്രാർത്ഥനയും വിശ്വാസവും തകർന്നു പോവരുത്. അത് ആൻറ്റിയെയും വലിച്ച് നരകത്തിലോട്ട് കൊണ്ടുപോകാനുള്ള പിശാചിൻ്റെ കുതന്ത്രമാണ്. അതിൽ വീണ് പോവരുത്. ഓക്കെ, ആൻറ്റിക്ക് ഹസ്ബൻഡുമായിട്ട് സ്വർഗത്തിൽ നിൽക്കണ്ടേ? അപ്പോൾ അതിന് തീർച്ചയായിട്ടും ആ പ്രാർത്ഥനയിൽ തന്നെ മുന്നേറുക. അദ്ദേഹം പോയ ആ പാതയിൽ തന്നെ പോവുക. എങ്ങനെ മരിക്കുന്നു, എപ്പോൾ മരിക്കുന്നു, അത് നമ്മുടെ കയ്യിലല്ല. പക്ഷേ മരണശേഷമുള്ള ജീവിതം എപ്രകാരമായിരിക്കണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ ആൻറ്റി. അപ്പോൾ ആ അങ്കിൾ തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ തന്നെയുണ്ട്. ആ അങ്കിളിനെ നമ്മുടെ മരണശേഷം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരിക്കലും ആൻറ്റി വിഷമിക്കരുത് കേട്ടോ ആൻറ്റി. ഓക്കെ, നമ്മുടെ ബലമായിട്ട് നമ്മുടെ ദൈവം പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട് ആൻറ്റി. ആ ഉറപ്പിൽ ജീവിക്കുക. ഒരു പ്രശ്നവും ആൻറ്റിക്ക് വരില്ല. വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ഉറച്ചു മുന്നോട്ട് പോവുക. ദൈവം അനുഗ്രഹിക്കട്ടെ ആൻറ്റി. ഓക്കെ ആൻറ്റി, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ നമുക്ക് 3-ാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ. ആശാരി മനുഷ്യാകൃതിയിലും പുരുഷ കോമളത്വത്തിലും തീർക്കുന്ന വിഗ്രഹം എവിടെ വയ്ക്കുന്നു? ഇതാണ് ചോദ്യം. സിമ്പിൾ ചോദ്യമാണ്. എന്താ ആൻറ്റി? ക്ഷേത്രത്തിൽ വെക്കുന്നു. ക്ഷേത്രത്തിൽ. ശരി ഉത്തരമാണ് ആൻറ്റി. ഓക്കെ, ഇനി ഒറ്റ ചോദ്യം കൂടെ ഉള്ളൂ. ഒരേ ഒരു ചോദ്യം കൂടെ അവശേഷിക്കുന്നുള്ളൂ. റെഡിയാണോ? റെഡിയാണ്. ഓക്കെ, ആൻറ്റിക്ക് വേണ്ടിയുള്ള അവസാനത്തെ ചോദ്യം ഇതാണ്. അന്യദേവന്മാരുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുവാനുള്ള വസ്തുക്കൾ ആശാരി എവിടെ നിന്ന് കണ്ടെത്തുന്നു? തേക്കും ദേവദാരുക്കൾ വെട്ടി. ഓക്കെ, അത് എവിടെ നിന്നാണ് കണ്ടെത്തുന്നത്? അതെവിടെ നിന്നാണ് എടുത്തോണ്ട് വരുന്നത്? കാട്ടിലെ വൃക്ഷങ്ങളിൽ. കാട്ടിൽ നിന്ന്. ശരി ഉത്തരവാണ് ആൻറ്റി. അപ്പോ 4 ചോദ്യത്തിനും ശരി ഉത്തരം നൽകിയിരിക്കുവാണ്. സന്തോഷമായോ? സന്തോഷമായി. അപ്പൊ നമ്മൾ ഇനിയും വിളിക്കുമല്ലോ? വിളിക്കും. ഓക്കെ ആൻറ്റി. ആൻറ്റിയോട് സംസാരിക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷം തോന്നുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. കുടുംബം ഒന്നടങ്കം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ ആൻറ്റി.
നമ്മളിപ്പോൾ വിളിച്ചിരുന്നത് സൂസൻ ആൻറ്റി ആയിരുന്നു. ആൻറ്റിയുടെ ജീവിതത്തിൽ പ്രാർത്ഥന കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഒരു വലിയ പ്രയാസം ആ ആൻറ്റിയുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷേ ആൻറ്റിയുടെ ലൈഫ് ഒരിക്കലും തകരാതെ ദൈവം മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് ഏറ്റവും ചിന്തിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ 2 ഭവനത്തിലും ഈ മഴയും കൊടുങ്കാറ്റും ഒക്കെ വന്നപ്പോഴും ആ ഒരു ഭവനം മാത്രം ഇടിഞ്ഞു പോകാതെ അല്ലെങ്കിൽ തകർന്നു പോകാതെ പിടിച്ചു നിൽക്കാൻ കാരണം അതിൻ്റെ അടിസ്ഥാനം പാറമേൽ ഉറച്ചിരുന്നത് കൊണ്ട് തന്നെയാണ്. നമ്മുടെ അടിസ്ഥാനം എവിടെയാണ്? ദൈവത്തിലാണോ? ദൈവത്തിൽ പ്രാർത്ഥനയാലും വിശ്വാസത്താലും നമ്മുടെ അടിസ്ഥാനം നാം ഉറപ്പിക്കുന്നത് എപ്രകാരമാണോ അപ്രകാരമായിരിക്കും നാം ഈ ഭൂമിയിൽ നിലനിൽക്കുന്നതും. ഓക്കെ, നമുക്ക് അടുത്തൊരു കോൾ വരുന്നുണ്ട്. ആരാ നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? ഞാൻ സുനി. സുനി, എവിടെന്നാ വിളിക്കുന്നേ ചേച്ചി? ട്രിവാൻഡ്രം മാറനെല്ലൂരിൽ നിന്ന്. ഓക്കെ ചേച്ചി, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലെ അമ്മ, കുഞ്ഞ്, ഹസ്ബൻഡ് സ്ഥലത്തില്ല. ഓക്കെ ചേച്ചി, അപ്പൊ എല്ലാരും സുഖായിരിക്കുന്നു? കുഞ്ഞെന്ത് ചെയ്യാ? കുഞ്ഞ് സ്കൂളിൽ പോയി അല്ലേ? എത്രാം ക്ലാസ്സിലാ? അവന് LKG. ഓക്കെ, LKG-ലായേ ഉള്ളൂ അല്ലേ? ഓക്കെ ചേച്ചി, നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ? ഇടയ്ക്ക് കാണാറുണ്ട്. ഇടയ്ക്കോ? എന്നും കാണണ്ടേ ചേച്ചി? ഓക്കെ ചേച്ചി, അപ്പൊ എന്നും കാണണേ കേട്ടോ. ഓക്കെ, അപ്പൊ ചേച്ചിക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവുകയാണ്. റെഡിയാണോ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ശൂന്യമായ ദേശം കൈവശമാക്കുകയും അതിൽ പാർക്കുകയും ചെയ്യുന്നത് ആരാണ്? ഇതാണ് ചോദ്യം. ഒന്നുകൂടെ വായിക്കണോ? ശൂന്യമായ ദേശം കൈവശമാക്കുകയും അതിൽ പാർക്കുകയും ചെയ്യുന്നത് ആരാണ്? വേഴാമ്പലും മൂങ്ങയും മലങ്കാക്കയും പിന്നെ ഒരാളിവിടെ ഉണ്ട്. വേഴാമ്പല്, മൂങ്ങ, മലങ്കാക്ക, മുള്ളാണ്. മുള്ളെന്നല്ല, മുള്ളുള്ള ഒരു മൃഗം പറഞ്ഞേ. ശരിയാണ്. വേഴാമ്പലും മുള്ളൻ പന്നിയും മൂങ്ങയും മലങ്കാക്കയും. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? റെഡിയാണോ? ചേച്ചിക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്. യഹോവ ശൂന്യമാക്കിയ ദേശത്തിൽ പിടിക്കുന്നത് എന്താണ്? സംഭ്രാന്തിയുടെ നൂലും പരിശ്രമത്തിന്റെ അളവുകട്ടയും. സംഭ്രാന്തിയുടെ അളവ് നൂലും പിന്നെ എന്താണ്? ശൂന്യതയുടെ അളവുകട്ടയും. ശരി ഉത്തരമാണ് ചേച്ചി. ശരി ഉത്തരമാണ്. സംഭ്രാന്തിയുടെ അളവ് നൂലും ശൂന്യതയുടെ തൂക്കുകട്ടയും. ഓക്കെ, അപ്പോൾ 2 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകിയിരിക്കുവാണ്. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഒരു പാട്ടായാലോ? 2 ലൈൻ പാടുവോ? ഈ എപ്പിസോഡിൽ ആരും പാട്ട് പാടിയിട്ടില്ല. ആ അവസരം ചേച്ചിക്കാണ്. ഓക്കെ ചേച്ചി, പാടിക്കോ. നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാറിനിക്കുണ്ട്. ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാറിനിക്കുണ്ട്. ഒരു നാളും മന്ദമാകില്ല. അഹുജബലത്താ നടത്തിയതാ പാടിയിടും. ആ ഇമ്പസ്വരത്താ നടത്തിയതാ പാടിയിടും. അഹുജബലത്താ നടത്തിയതാ പാടിയിടും.
ആ ഇമ്പസ്വരത്താൽ ലയിച്ചതിനാ. ഹലോ, ആ നന്നായിട്ട് പാടിയിട്ടുണ്ട് ചേച്ചി, നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ ചേച്ചി, അപ്പം നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതെ. അപ്പോൾ ചേച്ചിക്ക് വേണ്ടിയുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്: അതിൻ്റെ അരമനകളിലും കോട്ടകളിലും മുളയ്ക്കുന്നത് എന്താണ്? അവിടെ പാർപ്പിടമാക്കിയതും താവളമടിച്ചതും ആരാണ്? 2 ചോദ്യമാണ്. പറഞ്ഞോളൂ. മില്ലും തൂവയും നെരിഞ്ഞിലും ആ കുറുക്കന്മാരും ഒട്ടകപ്പക്ഷികളും. ഓക്കെ ചേച്ചി, ശരി ഉത്തരമാണ്. മുള്ളും തൂവയും ഞെരിഞ്ഞിലും മുളയ്ക്കും, കുറുക്കന്മാരും ഒട്ടകപക്ഷികളും. ഓക്കെ ഓക്കെ ചേച്ചി, അപ്പം നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോവുകയാണ്. റെഡിയാണോ? ആ ഏതോമായിരുന്ന സ്ഥലം കൈവശമാക്കിയിരുന്നത് ആരെല്ലാമാണ്? മരുഭൂമിയിലെ ആ മരുഭൂമിയിലെ വന്യമൃഗങ്ങളും ഓക്കെ. കാട്ടാടുകളും പിന്നെ മൂങ്ങ, പരുന്ത്. ഒരാളൂടെ ഉണ്ട്. ഓക്കെ, സാരമില്ല. അപ്പൊ അത് മാത്രമല്ല, ഇനിയും ഒത്തിരി മൃഗങ്ങളുണ്ട്. എന്തോ? നിശാജന്തുക്കളാണ്. അതെ അതെ, നിശാജന്തുക്കൾ. ഓക്കെ, ശരി ഉത്തരമാണ് ചേച്ചി. മരുഭൂമിയിലെ വന്യമൃഗങ്ങൾ, കാട്ടാടുകൾ, നിശാജന്തുക്കൾ, മൂങ്ങ, പരുന്ത് മുതലായവ. ഓക്കെ ചേച്ചി, അപ്പോൾ 4 ചോദ്യത്തിനും ശരി ഉത്തരം നൽകിയിരിക്കുവാണ്. ഹാപ്പി ആയോ? അപ്പോൾ ഈ സന്തോഷത്തില് നമ്മുടെ പ്രോഗ്രാം ഇനിയും മുടങ്ങാതെ കാണണേ. ഓക്കെ ചേച്ചി, വളരെ സന്തോഷം. ഇനിയും വിളിക്കണം. ഓക്കെ, ബൈ. അപ്പോൾ നമ്മളിപ്പോൾ വിളിച്ചിരുന്നത് സുനി ചേച്ചിയായിരുന്നു. ചേച്ചി 4 ചോദ്യത്തിനും ശരി ഉത്തരം നൽകിയിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ് ചേച്ചി. നമ്മളെ ഇനിയും വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ആ കഥയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിരുന്നത്, എന്തൊക്കെ സംഭവിച്ചാലും നാം ഉലയാതെ, അതുപോലെ വീഴാതെ പിടിച്ചു നിൽക്കണമെങ്കിൽ അതിന് നമ്മെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് നമ്മുടെ വിശ്വാസവും പ്രാർത്ഥനയും തന്നെയാണ്. വിശ്വാസത്തിലും പ്രാർത്ഥനയിലും അടിസ്ഥാനമിട്ട ഒരു ഭവനവും ഒരു വ്യക്തിയും ഒന്നിൻ്റെ മുന്നിലും തകർന്നു പോവുകയില്ല എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഉപമ എന്ന് പറയുന്നത്. നമുക്കറിയാം, 2 വീടും ഒരുപോലെ ആയിരുന്നു പണിതിരുന്നത്. അതിൻ്റെ അടിസ്ഥാനം ഒഴികെ ബാക്കിയെല്ലാം സെയിം ആയിരുന്നു. അതിന് വന്നു ചേർന്ന പ്രതിസന്ധികളും ഒരുപോലെ ആയിരുന്നു. അതിന് വന്ന് ഭവിച്ച എല്ലാവിധ പ്രതികൂലങ്ങളും ഒന്ന് തന്നെയായിരുന്നു. എന്നാൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റിലായിരുന്നു കാര്യം, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനയിലും വിശ്വാസത്തിലുമുള്ള ഒരു വ്യക്തിയുടെ ജീവിതം ഇപ്രകാരം തന്നെയായിരിക്കും. അതായത് പ്രാർത്ഥന ഇല്ലാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്ന അതേ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലും വന്നെന്നിരിക്കാം. ചിലപ്പോൾ ഒരു പക്ഷേ മരണം വരെ സംഭവിച്ചെന്നിരിക്കാം. എന്നാലും അവിടെ പതറാതെ പിടിച്ചു നിൽക്കാനായിട്ട് നമ്മെ സഹായിക്കുന്നത് നമ്മുടെ വിശ്വാസവും പ്രാർത്ഥനയും തന്നെയാണ്. അപ്രകാരം ആ ഒരു ജീവിതത്തിൽ മുന്നേറുവാൻ സർവശക്തനായ ദൈവൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വചന സമീക്ഷയുടെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.